അതൊന്നും നടക്കുകയും ചെയ്യില്ലേ? നടക്കുന്ന ആരൊന്നല്ല, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ നടക്കുന്നൊന്നല്ല. ആർക്കെങ്കിലും ഇത് പറയാണ്ട് ഇപ്പം പറ, ആരെങ്കിലും ഇപ്പം എങ്ങനെ കടിച്ചെടുക്കാണ്ട് ചങ്ങായിമാരിൽ വെറുതെ വെക്കുന്നുണ്ട്. എല്ലാവർക്കും നോക്കി നോക്കി ചെയ്ത് കൊടുക്കട്ടാ. ഓക്കെ. അപ്പോൾ കുറേ നേരമായിട്ട് സൈക്കിൾ ഒരു ഭാഗത്തേക്ക് തന്നെ പോകുന്നു. എന്നാ സംഭവം എനിക്ക് തിരിയുന്നില്ല. നോക്കുമ്പോൾ കാറ്റ് കുറേ കുറഞ്ഞിട്ട്, എന്നാൽ പിന്നെ കാറ്റങ്ങ് അടിച്ചേക്കാച്ച അങ്ങനെ കാറ്റടിച്ച് നോക്കുമ്പോൾ അന്ന് ടയറിൻ്റെ കോലെല്ലാം കണ്ട് എൻ്റെ കണ്ണ് അതപ്പൊതിച്ച് പോയി ഗൈസ്. ഇവർക്ക് ഭ്രാന്തായി. ആ എൻ്റെ അച്ഛൻ ഭ്രാന്തായി ഗൈസ്. ഓക്കെ സെറ്റ്. എന്തായാലും അന്നെ കുറിച്ചാ പറയുന്നത് എനിക്കറിയാം. അപ്പോൾ ചിരിച്ചുകൊണ്ട് അങ്ങ് നിൽക്കാം അല്ലേ. അങ്ങനെ ഗൈസ് ഈ മല ഏകദേശം 200 കിലോമീറ്ററോളം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗൈസ് രാവിലെ തന്നെയുള്ള വ്യൂ ആണിത്. ഞാൻ ഈ ബെഡിലാണ് കിടന്നിട്ടുള്ളത്. നല്ല ചൂടുണ്ടായിരുന്നല്ല. എൻ്റെ ടെൻ്റ് ഉണ്ടോ, എന്താ രസം. ഐസ് അവിടുത്തെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നു. നമ്മൾ നയാറപ്പം ഇറങ്ങാൻ പോക്കാന്നതാ. ഇവിടെയാണ് നല്ല അടിപൊളിയായിട്ട് കിടന്നത് എന്ന് ഞാൻ പറയുന്നു. പക്ഷേ അടിപൊളിയായിട്ടല്ല കിടന്നത്, നല്ല കഷ്ടപ്പാട്. രാത്രി ചൂടെടുത്തിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. പക്ഷേ ഞാനായിട്ട് വരുത്തിച്ചല്ലേ, അത് നമ്മൾ എൻജോയ് ചെയ്യുക, അത്ര തന്നെ. കഷ്ടപ്പാടിലും സന്തോഷം കണ്ടെത്താൻ പഠിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സൈക്കിളെല്ലാം സെറ്റായിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ യാത്ര തുടങ്ങാൻ പോവാണ്. ഹായ്, അപ്പോൾ തുടങ്ങാം. റെഡിയല്ലടാ? ഇങ്ങണ്ട ഈ എപ്പോൾ റെഡിയാ ചങ്ങായിക്ക് ഒരു കുഴപ്പമില്ല. ആ ടയറും വെച്ച് ഇപ്പം പൊട്ടെന്ന് വെച്ച് ഞാൻ കാത്തു കയറുക. എപ്പോൾ എന്തരം മാറ്റാൻ വെച്ചിട്ട് പൊട്ടിയേക്കല്ലേ. അജ്മീർ വരെ എത്തിക്കണം, എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട്, റെഡി. സ്റ്റാർട്ട് ചെയ്യാൻ പോക്കാന്ന് ഫോണിൻ്റെ ഉള്ളിൽ നോക്കട്ടെ. അങ്ങനെ ഗൈസ് ഈ മല ഏകദേശം 200 കിലോമീറ്ററോളം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരേ ഇങ്ങനത്തെ മല തന്നെ. അപ്പോൾ നമ്മുടെ സൈക്കിളൊന്നും ഇവിടെ നിർത്തിയിട്ട് ഒരു ചായ പിടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ചായ പിടിക്കാൻ വേണ്ടി പോക്കാം. ഒരു 2 കിലോമീറ്റർ വരെ ഒരു ചായക്കട ഇട്ട് ചായ പിടിക്കുക. ചായ പിടിച്ചിട്ട് എനർജി ഭയങ്കര വീക്കാവും എൻ്റെ. ഓക്കെ, ഒരു ചായ പിടിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ ചായ ഒരു ലൈസും കുടിച്ച് ഇവർ എൻ്റെ ഒന്നും പൈസ വാങ്ങുന്നില്ല. ബഹുത് ധന്യവാദ് ഭയ്യ, താങ്ക് യു. അപ്പോൾ ഇവർക്കെല്ലാം എന്താ കിട്ടുന്നൊക്കെ അറിയില്ല, പക്ഷേ താങ്ക് യു, ബഹുത് ധന്യവാദ് അംസാറേ, താങ്ക് യു, ബൈ ബൈ, സി യു. അവരോട് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞത് മോളിന് കിട്ടുമല്ലോ, അത് മാത്രമേ പറഞ്ഞു. അപ്പോൾ ബൈ, താങ്ക് യു. ഇനി എനിക്ക് ഡൽഹിയിലേക്ക് വെറും 503 കിലോമീറ്റർ, ജയ്പൂരേക്ക് വെറും 195 കിലോമീറ്റർ. അപ്പോൾ ഇനി കളികൾ അജ്മീറിൽ വെച്ച് കാണാം. അപ്പോൾ ഗൈസ് അങ്ങനെ അതിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. കേരള കാണാം ഗൈസ്. ഇത് നമ്മൾ പോഹ ഒരു കൊണ്ടുതന്നിട്ടുണ്ട്. ഇത് നല്ല അടിപൊളി ഫുഡാവും. രാവിലെ നമുക്ക് എന്തുകൊണ്ട് കഴിക്കാൻ പറ്റുന്ന സാധനം, നല്ല ഫ്രഷ് സാധനം. നല്ല വെയിലാണ്. അപ്പോൾ ഉച്ചയുടെ ഭക്ഷണം വേണ്ടി കയറിയെടുത്ത് കുറേ നേരം ഇരുന്നു. ഇപ്പോൾ ഒരു 1.5 മണിക്കൂറോളം ഇരുന്നു. ഫോണും ചാർജ് ഫുള്ളായി. ഇവിടുന്ന് പോകാൻ പോക്കാണ്. ഏകദേശം 2 ലിറ്റർ 1 ലിറ്റർ ചാട്സ് മോര് മാത്രമേ ഞാൻ ഇവിടുന്ന് കുടിച്ച് പോകാൻ പോക്കാം. ബൈ.
ഞാൻ തുടങ്ങാൻ നോക്കാന്ന് ഗൈസ്. അവിടെ കൂടിയിട്ടുണ്ട് ഗിയർ. അപ്പോൾ ഗിയർ ഇവൻ്റെ എല്ലാം ഇവരെല്ലാം വിചാരം ഗിയറുള്ള സൈക്കിള് പറന്നു പോകുന്നു, പറക്കൂല. ഓക്കെ, അപ്പോൾ ബൈ ബൈ. തുടങ്ങാൻ നോക്കാം. സാധനമുള്ള സെറ്റായി ഗിയർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു നാറുകൾ. अभी 6 महीना हो गया, इधर से इधर आएगा तो 6 महीना हो गया और हमको 2-3 महीना चाहिए. मैं कन्याकुमारी से निकला. अरे ഗുജറാത്തിലാണ് പറയുന്നത്. ഒരു സംസാരം എന്തായാലും അന്നെ കുറിച്ചാ പറയുന്നത് എനക്കറിയാം. അപ്പൊ ചിരിച്ചുകൊണ്ട് അങ്ങ് നിൽക്കാം അല്ലേ? ये नॉर्मल साइकिल है. मैं इसका फ्रंट टायर निकाले के फ्रंट टायर निकाले के जा रहा है. ऐसे ही जा रहा है. बिना टायर पे जा रहा है. हाँ, एक ही टायर पे പിന്നെ ഞാൻ തലയിലെടുത്തിട്ടൊന്നുമല്ലല്ലോ. തലയിലെടുത്തിട്ട് വരാനുള്ള കഴിവില്ലല്ലോ അതൊക്കെ അല്ലേ? मैं चलेगा तो आप देखने का आपका पूरा कंफ्यूजन. ओके, अभी അപ്പോൾ ഇവിടുന്ന് അങ്ങനെ കുറേ നേരത്തെ ബ്രേക്കിന് ശേഷം റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. നല്ലൊരു പാട്ട് കേട്ടാം. യൂട്യൂബ് ചാനൽ സനീദ് DBZ, SANEED DBZ. അപ്പോൾ അങ്ങനെ കാണികളുടെ അഭ്യർത്ഥന പ്രകാരം ഇത് മാറി ഗിയർ മാറ്റിന്. ഗിയർ മാറ്റി. ബൈ ബൈ. അപ്പോൾ അങ്ങനെ നമ്മളെ റൈഡ് തുടങ്ങിയിട്ടുണ്ട്. അവരൊക്കെ കിളി അങ്ങ് പാറ്റി എന്ന് പറയാൻ വേണമെങ്കിൽ, കാരണം ഒരാൾക്കും ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. എല്ലാവരും ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. അപ്പോൾ എന്താ നല്ല പാട്ടെല്ലാം കേൾക്കുന്നുണ്ടറിയില്ല. ഞാൻ എൻ്റെ ഹെഡ്സെറ്റ് കുത്തിയിട്ടുള്ളത് നല്ല അടിപൊളി പാട്ട്, മറ്റേ നമ്മളെ ഷഹബാസമാൻ്റെ പാട്ട്. ഒരു പുഷ്പം മാത്രമേ ഓൾഡ് പാട്ടം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇനി അജ്മീറേക്ക് വെറും 40 കിലോമീറ്റർ മാത്രം. എന്നെത്തൂല, എത്തുന്നവരെന്ന് ഞാൻ പോകും. അപ്പോൾ തളർന്നു പോയി. എൻ്റെ മോനെ, ജസ്റ്റ് മിസ്. ആ ഫോർച്യൂണർ ഇപ്പം അടിച്ച് പിപ്പിരിയാണ്ടോ. ഓക്കെ, കുറച്ച് നേരം നിർത്താം. ഇനി നിർത്തുന്നില്ല, ബ്രേക്ക് എടുക്കുന്നില്ല, ക്യാമറ ഊരി വെക്കാം. സൂപ്പർ.
അതൊന്നും നടക്കുകയും ചെയ്യില്ലേ? നടക്കുന്ന ആരൊന്നല്ല, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ നടക്കുന്നൊന്നല്ല. ആർക്കെങ്കിലും ഇത് പറയാണ്ട് ഇപ്പം പറ. ആരെങ്കിലും ഇപ്പം എങ്ങനെയെങ്ങനെ കടിച്ചെടുക്കാണ്ട് ചങ്ങായിമാരിൽ വെറുതെ വെക്കുന്നുണ്ട്. എല്ലാവർക്കും നോക്കി നോക്കി ചെയ്ത് കൊടുക്കട്ടാ. ഓക്കെ, ശരി. അതന്നെയാ സുഖം സുഖം, എല്ലാവർക്കും സുഖമല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ ഇതാണ് അവസ്ഥ എടുത്തത്. നമുക്ക് എന്തും പറയാം, ഇവർക്കൊന്നും അറിയില്ല. ഇവർക്ക് ഭ്രാന്തായി. ആ എൻ്റെ അച്ഛൻ ഭ്രാന്തായി കഴി. ഓക്കെ സെറ്റ്. അപ്പോൾ കുറേ നേരമായിട്ട് എൻ്റെ സൈക്കിൾ ഒരു ഭാഗത്തേക്ക് തന്നെ പോകുന്നു. എന്നാ സംഭവം എനിക്ക് തിരിയുന്നില്ല. നോക്കുമ്പോൾ കാറ്റ് കുറേ കുറഞ്ഞിട്ട്, എന്നാൽ പിന്നെ കാറ്റങ്ങ് അടിച്ചേക്കാ വെച്ചാൽ അങ്ങനെ കാറ്റടിച്ച് നോക്കുമ്പോൾ അന്ന് ടയറിൻ്റെ കോലെല്ലാം കണ്ട് എൻ്റെ കണ്ണ് അതപ്പതിച്ച് പോയി ഗൈസ്. ഏകദേശം ടയറെല്ലാം കത്തി തീർന്നു. എന്തു പറ്റി ഈ ടയറിന്? ചിലയിടത്ത് പുക, അല്ല ചിലയിടത്ത് വര, ചിലയിടത്ത് തയഞ്ഞു. 2000 കിലോമീറ്ററിന് മുകളിൽ ഓടി കൊച്ചു കള്ളൻ. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 7 മണിയെല്ലാം കഴിയാനായി. പക്ഷേ 6:30 എല്ലാം കഴിയാനായി, 7 മണി ആകാനായി. അപ്പം നല്ല സ്ഥലം നോക്കി ടെൻ്റ് അടിക്കേണ്ടതുണ്ട്. അവിടെ എത്തിയിട്ട് വേണം ഇനി അടുത്ത് ടെൻ്റ് അടിക്കാൻ സ്ഥലം. ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഈ സ്ഥലം കണ്ട മനുഷ്യന്മാരെ കത്തിക്കുന്ന സ്ഥലം. എന്താ അല്ലേ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാന്ന്. പക്ഷെ എന്നാലും എത്താനായി ഏകദേശം. വിവരമുണ്ട് വരാം. ഫുഡും ഹൈ. അപ്പോൾ നമ്മളിപ്പം ഗാവ് സരാദ്ന ഇവിടെയുള്ളത്. ഏകദേശം 9 കിലോമീറ്റർ വന്നിട്ടാണ് ഇവിടെത്തിന്. ഹൈ സനീദ്. അപ്പോൾ മൂപ്പരാ നമുക്കിന്ന് സ്റ്റേയും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബഹുത് ധന്യവാദ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളെ സാധനമൊക്കെ ഇടുന്നുണ്ട്, കാണാം. ഇന്ന് ഞാൻ ഈ ഹോട്ടലിൻ്റെതാ ഇവരൊരു ഷട്ടറിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. ടെൻ്റൊന്നും അടിക്കുന്നില്ല, അതിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. ഫുഡൊക്കെ കഴിച്ച് എന്നീടെ കിടന്ന് ഉറങ്ങണം. അപ്പോൾ നല്ലൊരു വീഡിയോയിൽ നാളെയും കാണാം. ഓക്കെ ബൈ.